ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പഴയ നൈറ്റി വെച്ചിട്ട് പാവാടയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇത് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ മുഴുവനായി എല്ലാവരും കാണുക. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ നൈറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു പാവാടയുടെ അളവ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 32 ഇഞ്ചാണ്. അത് അടയാളപ്പെടുത്തി അതിലേക്ക് 1.5 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക. അവിടെ വള്ളിയിടാൻ വേണ്ടിയിട്ടാണ്. 1.5 1.25 അല്ലെങ്കിൽ 1 ഇഞ്ചോ ഒക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ എടുക്കുക. ഞാൻ 1.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി കട്ട് ചെയ്തെടുക്കാം. ഇനി രണ്ടായി മടക്കിയിട്ടിട്ട് പിന്നെ അതിൻ്റെ അരവണ്ണ എത്രയാണ്, ഒരു വശത്തിൻ്റെ അരവണ്ണ എത്രയാണ് നോക്കുക. അപ്പോൾ ഒരു വശത്തുള്ള അരവണ്ണം 18 ഇഞ്ചാണ്. അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് നോക്കുക. അപ്പോൾ 9 ഇഞ്ച്. അതിലേക്ക് 1 ഇഞ്ചും കൂടി ചേർത്ത്, അപ്പോൾ തയ്യൽ തുമ്പ് 1/2 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ 1 ഇഞ്ചാണ് എടുത്തത്. 1/2 ഇഞ്ചോ 1 ഇഞ്ചോ എടുക്കാം. അങ്ങനെ 10 ഇഞ്ചിൽ അടയാളപ്പെടുത്തി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തടിയുള്ളവരാണെങ്കിൽ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വശത്തൊരു സ്ലിറ്റിന് ഒരു 6.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് പിന്നെ അങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു വശം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മറ്റേ വശത്ത് ഒരു 6.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടെ ഒരു സ്ലിറ്റ് കൊടുക്കണം. ഇനി വള്ളിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1 ഇഞ്ചിലോ അല്ലെങ്കിൽ 1.25 ഇഞ്ചിലോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു അരികു വശം കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇതിൻ്റെ അരികു വശം സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ 6.5 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് താഴേന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ 6.5 ഇഞ്ചിലെത്തുമ്പോൾ അവിടെ നീഡിൽ കുത്തിയിട്ട് തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ആദ്യം 1/4 ഇഞ്ച് പിന്നെ 1/4 ഇഞ്ച് അങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തു. ഞാൻ ആദ്യം 1/2 ഇഞ്ച് പിന്നെ 1 ഇഞ്ച് അങ്ങനെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1/2 ഇഞ്ചിന് ഒന്ന് അടയാളപ്പെടുത്താം. കറക്റ്റായിട്ട് അറിയാനാണ്. 1.5 ഇഞ്ച് എടുത്തതുകൊണ്ടാണ് 1/2 ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നത്. 1.25 ആണെങ്കിൽ 1/4 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ആദ്യം 1/2 ഇഞ്ചിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇനി 1 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാം.
അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനി വള്ളി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം അതിൻ്റെ രണ്ട് പീസാണ്. അപ്പോൾ അതിൻ്റെ അരികുവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി 4 ഇഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞൊരു പിൻ കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 2 വശവും ഒരേ രീതിയിലാക്കിയിട്ട് ഇതിൻ്റെ നടുവശത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നാൽ പിന്നെ വള്ളി ഉള്ളിലോട്ട് പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.